കാട്ടാക്കട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നമോ സേവാ കേന്ദ്രവും അതേപോലെ ഉന്നതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ കോൺക്ലേവ് അഥവാ വിജ്ഞാനോത്സവം 2025 എന്ന പരിപാടി നവംബർ 1 കാട്ടാക്കട പങ്കജ് കസ്തൂരി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനമായ അറിവുകൾ സ്വായത്തമാക്കാനും ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പ്രമുഖ പ്രതിഭകളുമായിട്ട് കുട്ടികൾക്ക് സംവദിക്കാനുമുള്ള അവസരമാണ് നമോ സേവാ കേന്ദ്രവും ഉന്നതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വിജ്ഞാനോത്സവം 2025 ഉദ്ദേശിക്കുന്നത്. സാധാരണയായിട്ട് ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് ഇത്തരം കോൺക്ലേവുകളും പ്രമുഖ വ്യക്തിത്വങ്ങളുമായിട്ടുള്ള സംവദിക്കാനുള്ള അവസരവും അപ്രാപ്യമാണ്. അതുകൊണ്ട് ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് ഇത്തരമൊരു അവസരമൊരുക്കുക എന്നുള്ളതാണ് നമോ സേവാ കേന്ദ്രവും അതേപോലെ ഉന്നതിയും ജ്ഞാനോത്സവം 2025 ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ISROവിൻ്റെ മുൻ ചെയർമാൻ ഡോക്ടർ ശ്രീ സോമനാഥൻ അവർകളാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ശേഷം അദ്ദേഹവുമായിട്ട് ചോദ്യം ചോദിക്കാൻ സംവദിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. പ്രസ്തുത യോഗത്തിൽ പങ്കജ് കസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപകനും പങ്കജ് കസ്തൂരി സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള പത്മശ്രീ ഡോക്ടർ ഹരീന്ദ്രൻ നായർ അധ്യക്ഷത വഹിക്കും. അതോടൊപ്പം തന്നെ വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്യുന്നത് VSSCയുടെ ഡയറക്ടർ ഡോക്ടർ ശ്രീ രാജരാജൻ സർ, അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെയും കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലറായിട്ടുള്ള ശ്രീ മോഹൻ കുന്നുമലാണ്. ഈ രണ്ട് പ്രഗത്ഭ വ്യക്തിത്വങ്ങളും അവരുടെ പ്രസംഗത്തിനു ശേഷം വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുന്നുണ്ടാകും. കാട്ടാക്കടയും പരിസര പ്രദേശത്തുമുള്ള നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ജ്ഞാനോത്സവം 2025 പങ്കെടുക്കാൻ സാധിക്കുക. നാളെ 5 മണിവരെ, അതായത് ഒക്ടോബർ 30 5 മണിവരെ വിദ്യാർത്ഥികൾക്ക് ഗൂഗിൾ ഫോമിലൂടെ അവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതും പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാവുന്നതുമാണ്. ഇതോടൊപ്പം തന്നെ വിവിധ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ വിജ്ഞാനപ്രദമായിട്ടുള്ള സ്റ്റാളുകൾ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ഒരുക്കിയിട്ടുണ്ട്. പങ്കജ് കസ്തൂരി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള ഹാളിന് സമീപമുള്ള ഗ്രൗണ്ടിൽ മൈതാനത്ത് വിവിധ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ പവലിയനുകളും ഒരുക്കിയിട്ടുണ്ട്. ഇത്തരം പവലിയനുകളിലൂടെ കുട്ടികൾക്ക് വിജ്ഞാനപ്രദമായിട്ടുള്ള പലതും അവിടെ കാണാനുണ്ടാകും. അതും കുട്ടികൾക്ക്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു പുതിയ അറിവായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ അർത്ഥത്തിലും വിദ്യാർത്ഥികൾക്ക് വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു കോൺക്ലേവാണ് നമോ സേവാ കേന്ദ്രവും അതേപോലെ തന്നെ ഉന്നതിയും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.